പ്രിയമുള്ളവരെ, ഈക്വലൻസി 2ാം വർഷം 1ാം യൂണിറ്റ് 3ാം പാഠഭാഗമായിട്ടുള്ള ദ അവലാഞ്ച് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് വായിക്കേണ്ടത് അവലാഞ്ച് എന്നാണ്. പലരും അവലാഞ്ചി, അവലാഞ്ചെ എന്നൊക്കെ വായിക്കും. ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് അവലാഞ്ച്. ഹിമപാതം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ യാത്രാവിവരണം എഴുതിയിട്ടുള്ളത് മോറിസ് ഹെർസോഗ് എന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ഫ്രഞ്ച് പർവ്വതാരോഹകനാണ്. അദ്ദേഹം ഒരു സഞ്ചാര സാഹിത്യകാരനും കൂടിയാണ്. പോയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു വിവരണം അദ്ദേഹം തൻ്റെ കൃതികളിൽ നൽകുന്നുണ്ട്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഭാഗം. അന്നപൂർണ പർവ്വതാരോഹണം 1950കളിലാണ് ആദ്യം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അന്നപൂർണ എക്സ്പെഡീഷൻ ആദ്യം നടത്തുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്നു നമ്മുടെ ഹെർസോഗ്. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് അന്നപൂർണ. അന്നപൂർണ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ 10ാമത്തേതാണ്. പക്ഷെ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത്. 1950 ജൂൺ 3-ന് ഹെർസോഗും അതുപോലെ തന്നെ ലൂയിസ് ലെച്ചനാൽ എന്ന് പറയുന്ന ആളും അന്നപൂർണയുടെ ഏതാണ്ട് 8000 മീറ്റർ കീഴടക്കി. നേരത്തെ പറഞ്ഞ പോലെ ദ അവലാഞ്ച് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹിമാലയൻ സാഹസിക യാത്രയുടെ അല്ലെങ്കിൽ ആ യാത്രാ വിവരണത്തിൻ്റെ ഒരു ഭാഗമാണ്. വർഷം മുഴുവൻ തണുത്തുറഞ്ഞ മഞ്ഞു മൂടിയ ഒരു പ്രദേശമാണിത്. കൊടുങ്കാറ്റും അതുപോലെ ഹിമപാതവും വളരെ സാധാരണമാണ്. ഇത് പർവ്വതാരോഹകരുടെ ഒരു പേടി സ്വപ്നവും കൂടിയാണ്. അവിടേക്ക് കയറി ചെല്ലാൻ എല്ലാവർക്കും ഭയമാണ്. കാരണം അത്ര അനുകൂലമായ സാഹചര്യമല്ല അവിടെയുള്ളത്. ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന മഞ്ഞുപാളികൾ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. അത്യധികമായ ചൂടും പലപ്പോഴായി അനുഭവപ്പെടും. ഏതാണ്ട് 191 പേർ ഇതുവരെ അവിടെ കയറി ചെന്നിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഏതാണ്ട് 60ഓളം പേര് ഇതുവരെ ആ ശ്രമത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ, അവരാ ശ്രമത്തിനിടയിൽ ജീവൻ വെടിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്രയും ഭീതിജനകമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ കാണുന്നത്. അത്യധികം ആകാംക്ഷ നിറഞ്ഞ ഒരു സസ്പെൻസ് ത്രില്ലറിനെ പോലെ ഇരുത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാന ശൈലിയാണ് ഹെർസോഗിൻ്റേത്. നമുക്ക് ആ പാഠഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോയാലോ? ആർ യു റെഡി? ഓക്കെ. അതിനു മുമ്പായിട്ട് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ളൊരു ഭാഗമുണ്ടല്ലോ. എ ജേണി, ബി ഇറ്റ് ആൻ എക്സ്പെഡിഷൻ ഓർ ആൻ എക്സ്പ്ലോറേഷൻ, മസ്റ്റ് ബി ടേക്കൺ ആസ് എ ചലഞ്ച്. ഒരു യാത്ര, അത് എക്സ്പെഡിഷൻ ആയാലും എക്സ്പ്ലോറേഷൻ ആയാലും. എക്സ്പെഡിഷൻ മീൻസ് എ ജേണി ഓൺ പ്രീഡിഫൈൻഡ് ടാർഗറ്റ്. നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള, മുമ്പ് പലരും പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയെയാണ്, കൃത്യമായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള യാത്രയെയാണ് എക്സ്പെഡിഷൻ എന്ന് പറയുന്നത്. ഒരു പര്യവേഷണ യാത്ര എന്നൊക്കെ പറയാം. ഈ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എ ജേണി ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ ഡിസ്കവറിങ് സംതിങ് ന്യൂ. എ ജേണി വിത്ത് എ പർപ്പസ് ഓഫ് എക്സ്പ്ലോറിങ് അൺനോൺ ഓർ അൺഫെമിലിയർ ഏരിയ. നമുക്ക് പരിചിതമല്ലാത്ത, ഇതുവരെ അറിയപ്പെടാത്ത ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ള യാത്രയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. പുതിയതായിട്ടൊരു ഡിസ്കവറിക്ക് വേണ്ടിയിട്ടുള്ള യാത്ര. ഇവിടെ നമ്മുടെ ഹെർസോഗ് നടത്തുന്നത് എക്സ്പ്ലോറേഷൻ അല്ല, ഇറ്റ് വാസ് എൻ എക്സ്പെഡീഷൻ. ഓക്കെ, നൗ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു അവർ ലിസൺ. പ്ലീസ് ലിസൺ. ദ അവലാഞ്ച്. ഷട്സ് ലുക്ക്ഡ് ആഫ്റ്റർ മീ ലൈക്ക് എ മദർ, and while the others shouted for joy, he put his robe round me and said gently, "We will be moving now, Maurice, old man." I was clear-headed and delirious by turns, and my eyes seemed glazed. The sky had the deep blue of extreme altitude, and we were bathed in warm sunshine. ആദ്യം നമുക്കൊരു കഥാപാത്രത്തെ കാണാം. ഇതിലൊരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്, ഒരുപാട് യാത്രികരുണ്ട്. അപ്പം നല്ലതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാത്രക്കാരുടെ പേര് കാണുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ആദ്യം നമ്മൾ കാണുന്നത് ഷട്സിനെയാണ്. ഷട്സ് ലുക്ക്ഡ് ആഫ്റ്റർ മീ. ലുക്ക്ഡ് ആഫ്റ്റർ മീൻസ് സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. ഷട്സ് എന്നെ ഒരമ്മയെ പോലെ പരിപാലിച്ചു. ആൻഡ് വൈൽ ദ അതേഴ്സ് ഷൗട്ടഡ് ഫോർ ജോയ്, മറ്റുള്ളവർ സന്തോഷം കൊണ്ട് ആർത്തുല്ലസിച്ചപ്പോൾ, ഹി പുട്ട് ഹിസ് റോപ്പ് റൗണ്ട് മീ ആൻഡ് സെഡ് ജെന്റ്ലി. ഷട്സ് എന്താണ് ചെയ്തത്? അദ്ദേഹം കയറുകൊണ്ട് എന്നെ ചുറ്റി സംരക്ഷിച്ചു. എൻ്റെ അരയിലൂടെ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും അയാൾ കയറിട്ടിട്ട്
ഉടക്കിയിട്ടുണ്ട്, ഞാൻ വീഴണ്ട എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എന്നോട് ജെൻ്റ്ലി, വളരെ മൃദുവായിട്ട് പറയുകയാണ്, വി വിൽ ബി മൂവിങ് നൗ മോറിസ് ഓൾഡ് മാൻ. മിസ്റ്റർ മോറിസ്, അല്ലയോ വൃദ്ധ, നമ്മളിപ്പോൾ ചലിക്കാൻ പോവുകയാണ്, നമ്മൾ യാത്ര തുടരുകയാണ്. ഐ വാസ് ക്ലിയർ ഹെഡഡ് ആൻഡ് ഡിലീറിയസ് ബൈ ടേൺസ്. ചില സമയത്ത് എൻ്റെ തലയ്ക്ക് തെളിവ് വന്നു എന്നാണ്. ക്ലിയർ ഹെഡഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാവിങ് ദ എബിലിറ്റി ടു തിങ്ക് ക്ലിയർലി ആൻഡ് ആക്ട് അപ്രോപ്രിയേറ്റ്ലി. വേണ്ട രീതിയിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുമുള്ള കഴിവിനെയാണ്, ആ കഴിവ് തലയ്ക്കുണ്ടാകുന്നതിനാണ് ക്ലിയർ ഹെഡ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഞാൻ ക്ലിയർ ഹെഡഡായി, ചില സമയത്തോ ഡിലീറിയസ്, ഉന്മത്തമായൊരവസ്ഥ. ക്ഷീണം കൊണ്ടായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം കൊണ്ടാണെങ്കിലും, പ്രത്യേകിച്ച് ക്ഷീണം കൊണ്ട് അങ്ങനെയുള്ള ഒരു വല്ലാത്ത തലയ്ക്കുള്ളൊരു മന്ദപ്പില്ലേ, അതാണ് ഡിലീറിയസ് എന്ന് പറയുന്നത്. ആ ഒരു മന്ദിതമായ അവസ്ഥയ്ക്ക്. ബൈ ടേൺസ്, അതായത് ഇടയ്ക്കിടയ്ക്ക്. ബൈ ടേൺസ് പറഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ്ലി എന്ന് പറയാം. ചിലപ്പോൾ ബോധം വരും, ചിലപ്പോൾ ഒരു ഉന്മാദമായ അവസ്ഥയിലായിരിക്കും. നടന്ന് ക്ഷീണിച്ച് പണ്ടാറടങ്ങിയിട്ട് അല്ലേ. ആൻഡ് മൈ ഐസ് ഗ്ലേസ്ഡ്. ശരിക്കും ഗ്ലേസ് ചെയ്യാണ്ട മിന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നല്ല തിളങ്ങുന്ന പെയിൻ്റ് കൊണ്ട് കവർ ചെയ്യുക, അതിനെയാണ് ഗ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ അർത്ഥം ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ മൂടപ്പെടുകയാണല്ലേ. മഞ്ഞ് വന്നിട്ട് മൂടുകയായിരിക്കാം, അല്ലെങ്കിൽ ആ ബോധം കുറയുമ്പോഴുണ്ടാകുന്ന, അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിങ്ങനെ അടയില്ലേ, ആ അവസ്ഥയായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിന് മൂടുന്നത് പോലെ തോന്നുകയാണ്. ഗ്ലേസിന് ടു അപ്ലൈ എ തിൻ ലെയർ ഓഫ് കോട്ടിങ്, എസ്പെഷ്യലി ഐസ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ഐസിൻ്റെ ഉള്ളിൽ വന്നിട്ട് കണ്ണ് മൂടുന്നതിന്, ഐസ് കൂടിയൊക്കെ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ. ദ സ്കൈ ഹാഡ് ദ ഡീപ് ബ്ലൂ ഓഫ് എക്സ്ട്രീം ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് വി വർ ബാത്ത്ഡ് ഇൻ വാം സൺഷൈൻ. ആകാശം എങ്ങനെയായിരുന്നു? ദ സ്കൈ അപ്പിയർ ഡീപ് ബ്ലൂ, വളരെ ബ്ലൂ ആയിട്ടുള്ള തെളിഞ്ഞ ആകാശമാണ്. ഫ്രം ദാറ്റ് ആബ്സല്യൂട്ട് ഹൈറ്റ്, എക്സ്ട്രീം ഓൾട്ടിറ്റ്യൂഡാണ്, ഏറ്റവും ഉയരത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ആബ്സല്യൂട്ട്, ദറ്റ് ഈസ് എക്സ്ട്രീം. ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ്, അത്രയും ഹൈറ്റിൽ അവരെങ്ങനെ നിൽക്കുന്നു. എങ്ങനെ? ബാത്ത്ഡ് ഇൻ വാം സൺഷൈൻ. നമുക്കറിയാം, മല കയറും തോറും നമ്മുടെ ഊഷ്മാവ് കുറഞ്ഞു വരികയല്ലേ ചെയ്യുക. അന്തരീക്ഷത്തിൽ ഊഷ്മാവ് കുറഞ്ഞാലും ആ സൂര്യൻ്റെ വെളിച്ചവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീക്ഷ്ണതയും വളരെ വർദ്ധിച്ച ഒരവസ്ഥയിലായിരിക്കും. വല്ലാത്ത ഒരു അവസ്ഥയാണത്. ചുവട്ടിൽ തണുപ്പ്, മുകളിലൊക്കെ ചൂട്, ആകപ്പാടെ വെയിലത്ത് ഊട്ടിക്കൂടി നടന്നാറുള്ള അവസ്ഥ. അത് വളരെ ഏറ്റവും ലളിതമായ ഉപമയായി പോയി. അങ്ങനെയല്ല, തീകരലും കൈ പിടിച്ച് ഐസ് കൂടി നടക്കുന്ന അവസ്ഥ. ഐ ഒബെയ്ഡ് ആസ് വെൽ ആസ് ഐ കുഡ്. ഞാൻ അവരെ അനുസരിച്ചു എനിക്ക് കഴിയുന്ന രീതിയിൽ. ആൻഡ് വിത്ത് ഹിസ് ഹെൽപ്പ്, അയാളുടെ സഹായത്തോടുകൂടി. ആരുടെയാണ്? ഷെറ്റ്സിൻ്റെ. മാനേജ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് മൂവ് ഓൺ സ്ലോലി വൈൽ ഹി പുൾഡ്. ഞാൻ ശ്രമിച്ചു, ഐ മാനേജ്ഡ് ടു സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റ് നിൽക്കാനും, ടു മൂവ് ഓൺ, നടക്കാനും, അങ്ങനെ പതുക്കെ. വൈൽ ഹി പുൾഡ്, അയാൾ കയറ് എനിക്ക് ചുറ്റുമുട്ടിട്ടുണ്ട്, അതിട്ട് വലിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നടക്കാൻ വേണ്ടി ശ്രമിച്ചു. ഐ സീം ടു മേക്ക് കോണ്ടാക്ട് വിത്ത് എ സ്നോ ബൈ മീൻസ് ഓഫ് സ്റ്റിൽറ്റ് ലൈക്ക് ഒബ്ജക്ട്സ് വിച്ച് വർ മൈ ലെഗ്സ്. ഐ സീംഡ്, എനിക്ക് തോന്നി, ടു മേക്ക് കോണ്ടാക്ട് വിത്ത് ദ സ്നോ, ഐസിനോട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്, ഐസിനെ സ്പർശിച്ചിരിക്കുന്നത്. എന്താണ്? ബൈ മീൻസ് ഓഫ് സ്റ്റിൽറ്റ് ലൈക്ക് ഒബ്ജക്ട്സ്, ഊന്നുകാൽ പോലെ അല്ലെങ്കിൽ പൊയ്ക്കാൽ പോലെയുള്ള എന്തോ വസ്തു കൊണ്ട് മഞ്ഞിനെ സ്പർശിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പൊയ്ക്കാൽ പോലെയുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാലുകളായിരുന്നു. പൊയ്ക്കാൽ എന്ന് പറയുമ്പോൾ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ചില ആഘോഷങ്ങളിലൊക്കെ കാണാം ഈ പൊയ്ക്കാൽ കുതിരകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ജീവനില്ലാത്ത ഒരു കാലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ കഥാനായകൻ്റെ കാലും. ഐസിൽ ചവിട്ടി ഇപ്പോൾ ഐസ് ബിറ്റൺ ആയിട്ടുള്ള അവസ്ഥയിലാണ്. കാലമൊക്കെ മരവിച്ചിട്ട് പൊയ്ക്കാലിനെ പോലെ തോന്നുകയാണ്. അതിൻ്റെ കാലുകളായിരുന്നു. ഡാസിൽഡ് ബൈ ദ സൺഗ്ലെയർ, ഡാസിൽഡ്, ബ്ലൈൻഡഡ് പാർഷ്യലി, ഭാഗികമായിട്ട് എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ. ഡാസിൽഡ് ബൈ ദ സൺഗ്ലെയർ, കാരണം അത്രയ്ക്ക് തീക്ഷ്ണമായിരുന്നു സൂര്യപ്രകാശം. ആൻഡ് നോട്ട് ഡെയറിങ് ടു ടേൺ അറൗണ്ട്, എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യവുമില്ല. ഐ കുഡ് നോ ലോങ്ങർ സീ ദ അതേഴ്സ്, എനിക്കതുകൊണ്ട് മറ്റുള്ളവരെയൊന്നും കാണാനും സാധിച്ചില്ല. ഇപ്പോൾ സൂര്യൻ്റെ ആ തെളിച്ചം കൊണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കാനൊന്നും ധൈര്യം വന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെയൊന്നും കാണാനും പറ്റിയില്ല. ഹാവിങ് കവേർഡ് അബൌട്ട് 200 yards, ഏതാണ്ട് 600 feet. ഒരു യാർഡ് എന്ന് പറയുന്നത്, ഒരു വാര എന്ന് പറയുന്നത് 3 അടിയാണ്. അപ്പോൾ ഒരു 600 feet ഞാൻ കവർ ചെയ്തപ്പോൾ വി കെയിം അപ്പോൺ ദ ക്യാമ്പ് സോ നിയർ ടു എ ഗാസ്ലി ബിവേക്ക്. വായിക്കാൻ പ്രയാസം ഉണ്ടാവില്ലേ, വായിക്കേണ്ടത് ബിവേക്ക് എന്നാണ്. ഇൻ ദ ക്രിവാസ്,
ബിവേക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ടെന്റ്, ഒരു ക്യാമ്പ് എന്നുള്ളേ ഉള്ളൂ. ഒരു ഗാസ്ലി ആയിട്ടുള്ള, പേടിപ്പെടുത്തുന്ന, ഗാസ്ലി ഇൻസ്പയറിംഗ് ഹൊറർ, ഭയപ്പെടുത്തുന്ന ഒരു ടെന്റിലേക്കാണ് എത്തിയത്. എവിടെ? ഇൻ ദ ക്രിവാസ്. ക്രിവാസ് എന്ന് പറഞ്ഞാൽ ആ ടെന്റ് ഇരിക്കുന്ന സ്ഥലം അത്ര സുരക്ഷിതമല്ല. അതൊരു സ്നോ ഫീൽഡിൽ മഞ്ഞുപാളികളുടെ നടുക്കുള്ള ഒരു വിള്ളലിലാണ് ഈ ഒരു ടെന്റ് കെട്ടിയിട്ടുള്ളത്, ഈ ഒരു ക്യാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഇവർ കയറി പോകുന്നത്. അതുകൊണ്ട് അതിനെ ഗാസ്ലി എന്ന് പറയുന്നത്. ക്രിവാസ് മീൻസ് എ ക്രാക്ക് ഇൻ എ ഗ്ലേസിയർ ഓർ എ ക്രാക്ക് ഇൻ ദ സ്നോ ഫീൽഡ്. ആ മഞ്ഞുപാളികൾക്കിടയിലുള്ള വിള്ളൽ. അടുത്തൊരു കഥാപാത്രത്തിനെ നമുക്കിവിടെ കാണാം. കൗസി. കൗസി വാസ് ദർ. കൗസി അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് വിതൗട്ട് സ്പീക്കിംഗ് എംബ്രേസ് മീ. ഒന്നും സംസാരിക്കാതെ ഹി എംബ്രേസ്ഡ്, ഹി ഹഗ്ഡ് മീ, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ടെറി കേം ഇൻ. ആ സമയത്ത് ടെറിയും അങ്ങോട്ട് വരികയാണ്. ത്രൂ ഹിംസെൽഫ് ഡൗൺ. മൂപ്പരെ തന്നെ എടുത്തെറിഞ്ഞു. ക്ഷീണം കൊണ്ട് വന്നിട്ട് വന്നാട് വീഴില്ലേ, കിടക്കയിലേക്കോ ബെഞ്ചിബിലേക്കോ എവിടേക്കായാലും ഇരിക്കുക, പതുക്കെ ഇരിക്കുമെന്നല്ല, വന്നാട് വീഴാണ്. അങ്ങനെ മൂപ്പരെ തന്നെ അങ്ങോട്ട് ത്രൂ ഹിംസെൽഫ് ഡൗൺ. ടുക്ക് ഓഫ് ഹിസ് ബൂട്ട്സ്. ബൂട്ട്സ് എല്ലാം അവിടുന്ന് അഴിച്ചു. ആൻഡ് ബിഗാൻ അൺമേഴ്സിഫുള്ളി, യാതൊരു ദയയും ഇല്ലാതെ, അൺമേഴ്സിഫുള്ളി ടു ബീറ്റ്, ഇടിക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് മസാജ് ഹിസ് ഫീറ്റ്. അദ്ദേഹത്തിൻ്റെ ആ കാലിൽ മസാജ് ചെയ്യാനും അതുപോലെ തന്നെ ഇടിക്കാനും ഒക്കെ തുടങ്ങുകയാണ്. ആ ഫീറ്റ് എങ്ങനെയുള്ളതാണ്? ഫ്രോസ്റ്റ് ബിറ്റൻ ടു, മഞ്ഞിൽ നടന്ന് മരവിച്ച കാലുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇടിച്ചു കുത്തി നേരെയാക്കാൻ നോക്കുന്നത്. വിത്ത് ദ വിൽ ടു ലീവ് സ്റ്റിറിങ് അഗെയിൻ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഐ ട്രൈ ടു വെയ് അപ്പ് ദ സിറ്റുവേഷൻ, ഞാൻ അവിടുത്തെ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് വെയ് അപ്പ് ചെയ്തു, വിലയിരുത്തി. സ്റ്റിറിയ എന്ന് പറഞ്ഞാൽ എറൗസിങ് ഇൻഡ്യൂസിയാസം എന്നാണ് ഇവിടെ അർത്ഥം. ഉള്ളിൽ ഉത്സാഹം ഉണ്ടായിരിക്കുക. ഇവിടെ ഉത്സാഹം മാറുന്നതിനുമല്ല, ജീവിക്കാനാണ് ഉത്സാഹം. വിത്ത് ദ വിൽ ടു ലീവ് സ്റ്റിറിങ് അഗെയിൻ ഐ ട്രൈ ടു വെയ് അപ്പ് ദ സിറ്റുവേഷൻ. ഓൺലി ഔദോത്ത് മൈറ്റ് സേവ് അവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അവിടെ ഔദോത്ത് ഉണ്ട്, പുള്ളിക്കാരന് മാത്രമേ ഞങ്ങളുടെ കൈയും കാലമൊക്കെ നേരാക്കാൻ പറ്റുള്ളൂ. ഐ എഗ്രി വിത്ത് ഷട്സ് ദാറ്റ്, ഷട്സിനോട് ഞാൻ എഗ്രി ചെയ്തു. വി ഷുഡ് അറ്റ് വൺസ് ഗെറ്റ് ഡൗൺ ടു ദ ലോവർ ക്യാമ്പ് 4. എങ്ങോട്ട് പോകണം? ഒന്നും കൂടി താഴെയുള്ള ക്യാമ്പ് 4ലേക്ക് യാത്രയാകണമെന്ന് ഷട്സ് പറഞ്ഞപ്പോൾ ഞാനും അതിനോട് യോജിച്ചു. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഇപ്പം ക്യാമ്പ് 4 എന്താണ്? ഷെർപ്പ ഹാഡ് റീ എസ്റ്റാബ്ലിഷ്. ക്യാമ്പ് 4 അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്തത്, വീണ്ടും അവിടെ പുനർനിർമ്മിച്ചത് മറ്റാരുമല്ല, ഷെർപ്പാസ് ആണ്. ഷെർപ്പാസ് എന്ന് പറയുന്നത് നേപ്പാളിലെ ഒരു വിഭാഗമാണ്. ഷെർപ്പാസിൻ്റെ ഡ്യൂട്ടിയാണ് പലപ്പോഴും അവിടെ ഇങ്ങനെയുള്ള മൗണ്ടനേഴ്സിനെ, പർവ്വതാരോഹകരെ സഹായിക്കുക എന്നുള്ളത് അവർ ചെയ്തു പോന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുണ്ടാക്കിയ ആ ക്യാമ്പ് 4ലേക്കാണ് ഇവർ പോകാൻ തയ്യാറെടുക്കുന്നത്. പക്ഷേ ടെറി അവിടെ ഉണ്ട് അല്ലേ. ടെറി വാണ്ടഡ് ടു റിമൈൻ. മൂപ്പരോട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. ഹി വാണ്ടഡ് ടു സ്റ്റേ ദർ. റിമൈൻ മീൻസ് അവിടെ തന്നെ തുടരാൻ വേണ്ടി അയാൾ തീരുമാനിക്കുകയാണ്. ആൻഡ് ആസ് ഹി സാറ്റ് മസാജിങ് ഹിസ് ഫീറ്റ് വിത്ത് ദ എനർജി ഓഫ് ഡെസ്പെയർ ഹി ക്രൗഡ് ഔട്ട്. അവിടെ ഇരുന്ന് കാല് തിരുമ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനർജി ഓഫ് ഡെസ്പെയർ. എനർജി ഇല്ല, എനർജിയോടെ തിരുമ്പണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ആ എനർജി ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ തിരുമ്പിക്കൊണ്ട് അദ്ദേഹം ഉറക്കെ നിലവിളിക്കുകയാണ്. കം ആൻഡ് ഫെച്ച് മീ ടുമോറോ ഇഫ് നെസസറി. നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോ, എന്ത് ചെയ്യുക, കം ആൻഡ് ഫെച്ച് മീ, വന്നിട്ട് ഇന്നെ കൊണ്ടുപോയിക്കോ നാളെ, ഇഫ് നെസസറി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലേ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടില്ല, വേണമെങ്കിൽ എന്നെ എടുത്തും കൊണ്ട് പോയിക്കോളെ എന്നുള്ളത് പറയണം. ഐ വാണ്ട് ടു ബി ഹോൾ ഓർ ഡെറ്റ്. ഒന്നുകിൽ എനിക്ക് മുഴുവനായിട്ട് ജീവൻ വേണം, എന്നുവെച്ചാൽ പാതി ചത്ത് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ, ഓർ ഡെറ്റ്, അല്ലെങ്കിൽ ഞാൻ ചാവണം. ദോ റെബുഫാറ്റ്സ് ഫീറ്റ് വെയർ ഓൾസോ അഫക്റ്റഡ്. റെബുഫാറ്റ് എന്ന് പറയുന്ന ഒരാൾ പുതിയതായിട്ട് നമുക്ക് കാണാം, പുതിയൊരു കഥാപാത്രം. ഹിസ് ഫീറ്റ് വെയർ ഓൾസോ അഫക്റ്റഡ്. അദ്ദേഹത്തിൻ്റെ കാലുകളും ഇതുപോലെ അഫക്റ്റഡ് ആണ്. ഹി ഡിസൈഡഡ് ടു ഗോ ഡൗൺ ഇമ്മീഡിയറ്റ്ലി. അദ്ദേഹം ഏതായാലും പെട്ടെന്ന് തന്നെ താഴോട്ട് പോകാൻ തീരുമാനിച്ചു, അതായത് ക്യാമ്പ് 4ലേക്ക്. ആൻഡ് സ്റ്റാർട്ടഡ് വിത്ത് ലച്ചനാൽ ആൻഡ് കോസി. ഇപ്പോൾ ലച്ചനാൽ ഉണ്ട്, കോസി ഉണ്ട്, റെബുഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ആരാണ്, നമ്മുടെ കഥാനായകൻ മോറിസ്, അതുപോലെ തന്നെ ഷട്സും ഉണ്ട്. അപ്പോൾ ഇവർ 5 പേരും കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ റെബുഫാറ്റും ലച്ചനാലും കോസിയും കൂടി ഒരു ടീമായിട്ട് പോകുന്നു. ഷട്സ് കണ്ടിന്യൂ ടു ലുക്ക് ആഫ്റ്റർ മീ. ഷട്സ് എന്നെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെയുണ്ട്. വെൻ ദ സ്ലോപ്പ് ബിക്കെയിം സ്റ്റീപ്പ്. അവിടുത്തെ ആ ചെരിവെന്ന് പറയുന്നത് കുത്തനെയായ സമയത്ത്, കുത്തനെയുള്ള ചെരിവായി മാറിയ സമയത്ത്. ആൻഡ് ദ സർഫസ് ഓഫ് ദ ഐസ് ഗാവ് നോ ഫുട് ഹോൾഡ്. ഐസിൻ്റെ ഉപരിതലത്തിൽ കാലുറയ്ക്കാത്ത സമയത്ത്, കാലിങ്ങനെ തെന്നിപ്പോവുകയാണ് ഐസിൽ. ഐ സ്ലിപ്പ് സെവറൽ ടൈംസ്. ഞാൻ ഒരുപാട് സമയങ്ങളിൽ വഴുതിപ്പോയിട്ടുണ്ട്. ബട്ട് ഹി വാസ് ഏബിൾ ടു ഹോൾഡ് മീ വിത്ത് റോപ്പ്. ആ സമയത്തെല്ലാം ഷട്സിന് എന്നെ കയർ ഉപയോഗിച്ച് പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നു. ബിലോ there was a broad track by which the others had let themselves slide straight down to the camp. By now that slope was swept clear and not easy for me. താഴ്ഭാഗത്തായിട്ട് ബിലോ there was a broad track. വിശാലമായ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു.
സഞ്ചാരികളെല്ലാം നടന്ന് അങ്ങനെ രൂപപ്പെട്ട ഒരു ട്രാക്ക്, ബൈ വിച്ച് ദ അതേഴ്സ് ഹാഡ് ലെറ്റ് ദംസെൽസ് സ്ലൈഡ് സ്ട്രൈറ്റ് ഡൗൺ ദ ക്യാമ്പ്. അതിലൂടെ മറ്റുള്ളവരെല്ലാവരും സ്ലൈഡ് ചെയ്ത് താഴത്തെ ക്യാമ്പിലേക്ക് പോയി. ദേ ലെറ്റ് ദംസെൽസ് മീൻസ് ദേ മൂവ്ഡ് ദംസെൽസ്. അവരെല്ലാം ആ ട്രാക്ക് സ്വീകരിച്ച സമയത്ത്, ബട്ട് നൗ ദാറ്റ് സ്ലോപ്പ് വാസ് സ്വെപ്റ്റ് ക്ലിയർ. പക്ഷേ ആ ട്രാക്കിന് ഇപ്പോൾ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? ദാറ്റ് സ്ലോപ്പ് വാസ് സ്വെപ്റ്റ് ക്ലിയർ. ആ സ്ലോപ്പ്, ആ ഒരു ചെരിഞ്ഞ ട്രാക്ക് എന്നുള്ളത്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ആ വല്ലാത്ത ചെരുവിനെയാണ്, മലയല്ലേ. ആ സ്ലോപ്പിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇറ്റ് വാസ് സ്വെപ്റ്റ് ക്ലിയർ ബൈ ദ ഫ്ലോ ഓഫ് ഐസ്. പലപ്പോഴായിട്ട് ഒരു പക്ഷേ ഐസ് ഫോളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ആ ട്രാക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലരും പോയ ട്രാക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ട്രാക്ക് കാണാനില്ല. സ്വീപ്പ് ക്ലിയർ മീൻസ് നമ്മൾ അടിച്ച് തുടച്ച് നീക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സ്വീപ്പ് ക്ലിയർ എന്ന് പറയുന്നത്. ആ ട്രാക്ക് ഇപ്പോൾ ഇല്ല, തുടച്ച് നീക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ് നോട്ട് ഈസി ഫോർ മീ, എനിക്ക് ആ യാത്ര വളരെ സുഖകരമായിരുന്നില്ല. ആസ് സൂൺ ആസ് വി വെർ സീൻ ഫ്രം ദ ടെൻസ്, ആസ് സൂൺ ആസ് പെട്ടെന്ന് തന്നെ, വി വെർ സീൻ ഫ്രം ദ ടെൻസ്, വി സോ എന്നല്ല, വി വെർ സീൻ, ഞങ്ങളെ കണ്ടപ്പോൾ. ആരാണ് കണ്ടത്? ദ ഷെർപ്പാസ്. ഇപ്പോൾ ടെൻസിൽ നിന്ന് ഷെർപ്പാസ് ഞങ്ങളെ കണ്ട സമയത്ത് കെയിം ടു മീറ്റ് അസ്, ഞങ്ങളെ കാണാൻ വേണ്ടി അടുത്തു വന്നു. ആൻഡ് ഇൻ ദ ഐസ് ഐ റെഡ് സച്ച് കൈൻഡ്ലിനെസ് ആൻഡ് പിറ്റി. അവരുടെ കണ്ണുകളിൽ, ഷെർപ്പാസിൻ്റെ കണ്ണുകളിൽ, ഐ റെഡ്, ഞാൻ വായിച്ചു. എന്ത്? സച്ച് കൈൻഡ്ലിനെസ് ആൻഡ് പിറ്റി. അവരുടെ ആ ദയാവായ്പ് അവരുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചു, അവരുടെ സ്നേഹം. ദാറ്റ് ഐ ബിഗാൻ ടു റിയലൈസ് മൈ ഡ്രെഡ്ഫുൾ പ്ലൈറ്റ്. എനിക്ക് മനസ്സിലായി, ഐ ബിഗാൻ ടു റിയലൈസ്, എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. മൈ ഡ്രെഡ്ഫുൾ പ്ലൈറ്റ്, എൻ്റെ ഭീതിജനകമായ പ്ലൈറ്റ്. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. ഇപ്പോൾ എൻ്റെയും എൻ്റെ കൂട്ടാളിയുടെയും കഷ്ടപ്പാട് കണ്ടിട്ടാണ് അവരുടെ മുഖത്ത് ഈ ഒരു ദയൊക്കെ വന്നിട്ടുള്ളത്. ലച്ചനാൽ ഹാഡ് ഓൾറെഡി അറൈവ്ഡ്. ഇപ്പോൾ മുമ്പ് പോയ ഒരാളുണ്ട്, ലച്ചനാൽ, മൂപ്പര് അവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് വാസ് ഇൻ എ കോർണർ മസാജിങ് ഹിസ് ഫീറ്റ്. മൂപ്പര് അവിടെ ഇങ്ങനെ കാലം തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂലയ്ക്ക്. വൈൽ പാൻസി, അടുത്ത ഒരാളുടെ പേരാണ്, കെപ്റ്റ് ടെല്ലിങ് ഹിം ദാറ്റ് ദ ഡോക്ടർ സാഹിബ് കുഡ് ക്യൂർ ഹിം. മൂപ്പരെ സഹായിക്കാൻ, പാൻസിയെ സഹായിക്കാൻ ഡോക്ടറിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ആരും ഇരിക്കുന്നുണ്ട്? പാൻസിയും ഇരിക്കുന്നുണ്ട്. പ്ലൈറ്റ് എന്ന് വെച്ചാൽ എ ഡിഫിക്കൽട്ട് ആൻഡ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ എന്നാണ്, ഒരു കഷ്ടാവസ്ഥ, ഒരു ദുർഘടമായിട്ടുള്ള അവസ്ഥ. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ ഗാവ് ഏർജൻറ്റ് ഓർഡേഴ്സ് ഫോർ സ്പീഡ്. എല്ലാവരോടും സ്പീഡ് കൂട്ടാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. വി മസ്റ്റ് ഗെറ്റ് ഡൗൺ അറ്റ് എനി കോസ്റ്റ് ബിഫോർ ദ നെക്സ്റ്റ് ഓൺസ്ലോട്ട് ഓഫ് മൺസൂൺ. അടുത്ത മൺസൂണിന് മുമ്പ് എന്ന് വെച്ചാൽ അടുത്ത മഴയ്ക്ക് മുമ്പ് എന്ത് വില കൊടുത്തും താഴെ എത്തണം. വി മസ്റ്റ് ഗെറ്റ് ഡൗൺ, നമ്മൾ താഴേക്ക് ഇറങ്ങണം. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും, ബിഫോർ ദ നെക്സ്റ്റ് ഓൺസ്ലോട്ട് ഓഫ് മൺസൂൺ, അടുത്ത മഴയുടെ അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് താഴേക്ക് ഇറങ്ങണം. ഫോർ ദോസ് ഓഫ് എസ് വിത്ത് ഫ്രോസ്റ്റ് ബിറ്റൺ ഫീറ്റ് എവരി അവർ കൗണ്ടഡ്. ഞങ്ങളിൽ കുറച്ച് പേരുണ്ട്, ദോസ് ഓഫ് എസ് വിത്ത് ഫ്രോസ്റ്റ് ബിറ്റൺ ഫീറ്റ്, മഞ്ഞിനാൽ ബാധിക്കപ്പെട്ട, ഫ്രോസ്റ്റ് ബിറ്റൺ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്, എല്ലാവിധ സെൻസേഷനും നഷ്ടപ്പെട്ട ഒരവസ്ഥ. മഞ്ഞിൻ്റെ ആക്രമണം കൊണ്ട് ഈ കാലൊക്കെ തരിച്ച് മരവിച്ചിരിക്കുന്ന, എന്ത് കാണിച്ചാലും അറിയാത്ത ഒരവസ്ഥ. അങ്ങനെ ഫ്രോസ്റ്റ് ബിറ്റൺ ഫീറ്റുള്ള ഞങ്ങളുടെ ഇടയിലുള്ള ആളുകൾ, ദേ എവരി അവർ കൗണ്ടഡ്, അവരങ്ങനെ മണിക്കൂർ എണ്ണി ഇരിക്കുകയാണ്. അതായത് അവർക്ക് അവിടെ നിന്ന് ചലിക്കാനൊന്നും സാധിക്കുന്നില്ല. കുറച്ച് പേര് അവിടെ ഇങ്ങനെ ബാധിതരായിട്ടിരിക്കുന്നില്ലേ, അനങ്ങാൻ സാധിക്കാത്ത പോലെ. സോ ദേ ഫെൽറ്റ് ബോർഡ്, ദ എക്യുപ്മെൻറ്റ് മസ്റ്റ് ബി അബാൻഡൻഡ്. അപ്പോൾ അവരവരുടെ യാത്രാ സജ്ജീകരണങ്ങളൊക്കെ ഒഴിവാക്കി. ഐ ചോസ് ആലിയ ആൻഡ് സർക്കി ടു എസ്കോർട്ട് റെബുഫാൻഡ്, ലെച്ചനാൽ ആൻഡ് മൈസെൽഫ്. ഞങ്ങൾ 3 പേരുണ്ട് ഇപ്പോൾ, റെബുഫാൻഡ്, ലെച്ചനാൽ ആൻഡ് മൈസെൽഫ്. ഇപ്പോൾ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങളെ എസ്കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആലിയയെയും സാർക്കിയെയും സെലക്ട് ചെയ്തു. ട്രൈയിങ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഞാൻ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ദേ മസ്റ്റ് ഹോൾഡ് മീ വിത്ത് എ ഷോർട്ട് റോപ്പ് ആൻഡ് വാച്ച് മീ ക്ലോസ്ലി. എന്നെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എനിക്ക് അങ്ങനെ വല്ലാത്ത ആരോഗ്യമൊന്നുമില്ല കേട്ടോ, എന്നെ ഒന്ന് നോക്കിക്കോണേ എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പല രീതിയിലും അക്കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കയറുപയോഗിച്ച് എന്നെ മുറുക്കെ പിടിച്ചോണേ. ഫോർ സം സ്ട്രേഞ്ച് റീസൺ neither of the other two wished to be robbed. മറ്റെന്തോ കാരണം കൊണ്ട് മറ്റ് 2 പേരും
കയറിനാൽ ബന്ധിതരാവാൻ ആഗ്രഹിച്ചില്ല. ആസ് വി സ്റ്റാർട്ടഡ് ഡൗൺ, ഞങ്ങൾ താഴേക്ക് പോകുന്ന സമയത്ത് ഷട്ട്സ് വിത്ത് അങ്താക്കി ആൻഡ് പാൻസി. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു പേരുകളെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പുറപ്പെട്ട സമയത്ത് ഷട്ട്സിൻ്റെ കൂടെ അങ്താർക്കി എന്ന് പറയുന്ന ആളുണ്ട്, അതുപോലെ തന്നെ പാൻസിയും ഉണ്ട്. വെൻറ്റ് അപ്പ് ടു ഫെച്ച് ടെറി. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ 3 പേരും, അതായത് ഷട്ട്സും അങ്താർക്കിയും പാൻസിയും മുകളിലേക്ക് ടെറിയെ പിടിച്ചുകൊണ്ടുവരാൻ പോവുകയാണ്. ഫെച്ച് എന്ന് പറഞ്ഞാൽ ബ്രിങ് എന്നുള്ള അർത്ഥമാണ്, കൊണ്ടുവരാൻ. ഷട്ട്സ് വാസ് ദ ഓൺലി വൺ കേപ്പബിൾ ഓഫ് ദ ലീസ്റ്റ് ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ഷട്ട്സ് എന്ന് പറയുന്ന ആളാണ് കുറച്ചെങ്കിലും, ലീസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്കറിയാം ടീ ഈസ് ദ ലീസ്റ്റ് എക്സ്പെൻസീവ് ഡ്രിങ്ക്. ചായയിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനം ആണ് ലീസ്റ്റ് എക്സ്പെൻസീവ്, ഏറ്റവും കുറഞ്ഞത്. പക്ഷേ ഇവിടെ ആ അർത്ഥം കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കണം. ഷട്ട്സ് വാസ് ദ ഓൺലി വൺ, അയാളായിരുന്നു ഒരേ ഒരാൾ, കേപ്പബിൾ ഓഫ്, കഴിവുള്ളതായിട്ട്, എന്തിന്, ദ ലീസ്റ്റ് ഇനീഷ്യേറ്റീവ്, കുറച്ചെങ്കിലും മുൻകൈയെടുത്ത് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട്. ഇനീഷ്യേറ്റീവ് ആണ് ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു മുൻകൈയെടുത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ഷട്ട്സ് ആയിരുന്നു. അപ്പ് ദർ ഹി ഫൗണ്ട് ടെറി മോർ ഹോപ്പ്ഫുൾ. അങ്ങനെ മുകളിലേക്ക് അവർ പോയ സമയത്ത് അവിടെ അവൻ കണ്ടു ടെറി വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ടെറിയുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിയെന്ന് തോന്നുന്നു. ആസ് ഫീലിംഗ് ബിഗാൻ ടു റിട്ടേൺ ടു ഹിസ് ഫീറ്റ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായ വണ്ണം ടെറി അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു, മുകളിലേക്ക് പോയ ആളുകൾക്ക്. ഓൺ ദെയർ ഡിസെൻറ്റ്, അവരുടെ താഴോട്ടുള്ള വരവിൽ, ഡിസെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ താഴേക്ക് ഇറങ്ങി വരിക എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അസെൻറ്റ്, മുകളിലേക്ക് കയറി പോവുക. ഓൺ ദെയർ ഡിസെൻറ്റ്, അവർ താഴേക്ക് വരുമ്പോൾ അങ്താർക്കി വാസ് മാഗ്നിഫിസൻറ്റ്. അങ്താർക്കി പറയുന്ന ആൾ ഉഷാറായിരുന്നു. ഗോയിങ് ഫസ്റ്റ് ആൻഡ് കട്ടിങ് കംഫർട്ടബിൾ സ്റ്റെപ്സ് ഫോർ ടെറി. അയാൾ എന്ത് ചെയ്തു, മുന്നിൽ പോകും. ഗോയിങ് ഫസ്റ്റ് ആൻഡ് കട്ടിങ് കംഫർട്ടബിൾ സ്റ്റെപ്സ്, ഇറങ്ങാൻ വേണ്ടിയിട്ട്, പിന്നിലുള്ളവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മഞ്ഞിലിങ്ങനെ സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വഴിക്ക് പോകാതിരിക്കാൻ. ആർക്ക് വേണ്ടിയിട്ടാണ്, ടെറിക്ക് വേണ്ടിയിട്ട്. വൈൽ ഷട്ട്സ് ബിഹൈൻഡ്, ഷട്ട്സ് ആണെങ്കിലോ പിന്നിൽ, ഷട്ട്സ് ഏറ്റവും പിറകിലാണ്. എന്താണ് ചെയ്യുന്നത്, സേഫ് ഗാർഡഡ് ദ ഹോൾ പാർട്ടി, മുഴുവൻ ആളുകളെയും സേഫ് ഗാർഡ് ചെയ്യുകയാണ്, സംരക്ഷിക്കുകയാണ്. വിത്ത് ദ റോപ്പ്, ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട്. മീൻ വൈൽ 2 സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനിടയ്ക്കുള്ള സമയത്തിനാണ് മീൻ വൈൽ എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് എന്നാണ് അർത്ഥം. അവർ പാർട്ടി പ്രൊസീഡഡ് സ്ലോലി. ഇപ്പോൾ അവർ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ താഴോട്ടുള്ള യാത്ര തുടരുകയായിരുന്നു. പ്രൊസീഡഡ് മീൻസ് കണ്ടിന്യൂഡ്. സിങ്കിങ് ടു അവർ നീസ് ഇൻ സോഫ്റ്റ് സ്നോ. ഞങ്ങളുടെ കാൽമുട്ടുകളെല്ലാം ആ ഒരു സോഫ്റ്റ് സ്നോയിൽ, കാലിങ്ങടെ ആണ്ടു പോകുന്ന രീതിയിലുള്ള, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, ചവിട്ടിയാൽ ആഴ്ന്നു പോകുന്ന രീതിയിലുള്ള സ്നോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലേ, അതിൽ ഞങ്ങളുടെ മുട്ട് വരെ മുങ്ങിപ്പോയിരുന്നു, സിങ്ക് ചെയ്തിരുന്നു, അല്ലേ, ആണ്ടുപോയിരുന്നു. ലച്ചനാൽ ഗ്രൂവേഴ്സ്. ലച്ചനാലിൻ്റെ അവസ്ഥ വളരെ മോശമായി. ഫ്രീക്വൻ്റ്ലി സ്റ്റോപ്പിംഗ് ആൻഡ് മോർണിംഗ് അബൌട്ട് ഹിസ് ഫീറ്റ്. ഫ്രീക്വൻ്റ്ലി, ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് നിൽക്കും. ആൻഡ് മോർണിംഗ് അബൌട്ട് ഹിസ് ഫീറ്റ്, മോൺ ചെയ്യുക, വിലപിക്കുക. സാധാരണ മോൺ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മോൺ ചെയ്യുന്നതാണ്. മോൺ ദ ഡെത്ത് ഓഫ് ഗാന്ധിജി, ഗാന്ധിജിയുടെ മരണത്തിൽ വിലപിക്കുക എന്നൊക്കെ പറയില്ലേ, മോൺ, വിലപിക്കുക. എബൌട്ട് ഹിസ് ഫീറ്റ്, ഇവിടെ വിലാപം അദ്ദേഹത്തിൻ്റെ കാലിനെ ഓർത്താണ്. എൻ്റെ കാല് വയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലച്ചനാൽ. റെബുഫാറ്റ് വാസ് എ ഫ്യൂ യാർഡ്സ് ബിഹൈൻഡ് മീ. ഞങ്ങൾ 3 ആളുമാണ് ഇറങ്ങിയത്. റെബുഫാറ്റ് ആണെങ്കിലോ കുറച്ച് വാര പിന്നിലായിരുന്നു, കുറച്ച് യാർഡ്സ് പിറകിലായിരുന്നു. ദ ആബ്നോർമൽ ഹീറ്റ് മെയ്ഡ് മീ അൺഈസി അബൌട്ട് ദ സ്നോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അസാധാരണമായ ചൂട് എന്നെ അണീസിയാക്കി. അണീസി മീൻസ് അസ്വസ്ഥനാക്കി. എന്തിനെക്കുറിച്ച് ആലോചിച്ചാണ്, എബൌട്ട് ദ സ്നോ, മഞ്ഞക്കൂടിയല്ലേ പോണത്. അങ്ങനെ ചൂടുണ്ടായി കഴിഞ്ഞാൽ മഞ്ഞ് ഉരുകാനും ഹിമപാതം ഉണ്ടാകാനും യാത്ര ദുർഘടമാകാനും കാരണമാകും. ദേ മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് ദെയർ വേ. ആൻഡ് സഡൻലി, പെട്ടെന്ന്, ആസ് ദോ വിത്ത് ദ സിക്സ്ത് സെൻസ് വിച്ച് ഈസ് സെറ്റ് ടു വാൺ മൗണ്ടനേഴ്സ് ഓഫ് പെരിൽ. പെരിൽ എന്ന് വെച്ചാൽ ഡേഞ്ചർ. ഇപ്പോൾ ഒരു 6ാം ഇന്ദ്രിയം എന്ന പോലെ, ആസ് ദോ അതുപോലെ, വിത്ത് ദ സിക്സ്ത് സെൻസ് 6ാം ഇന്ദ്രിയം ഉപയോഗിച്ച് എന്നതുപോലെ, വിച്ച് ഈസ് സെറ്റ് ടു വാൺ മൗണ്ടനേഴ്സ് ഓഫ് പെരിൽ. സാധാരണ പർവ്വതാരോഹകർക്കൊക്കെ അപകടത്തെക്കുറിച്ച് സ്വയം ഒരു മുന്നറിയിപ്പ് കിട്ടും. ഒരു സിക്സ്ത് സെൻസ് കൊണ്ട്, 6ാം ഇന്ദ്രിയം കൊണ്ട് അവർക്കെന്തോ അപകട സൂചന കിട്ടുമെന്നാണ് പറയാറ്. അപ്പോൾ അതുപോലെ ഒരു സൂചന ഇദ്ദേഹത്തിനും കിട്ടുകയാണ്.
ഐ സെൻസ്ഡ് ഇമ്മിനൻറ്റ് ഡേഞ്ചർ. എനിക്ക് ഇമ്മിനൻറ്റ് മീൻസ് സൂൺ ടു കം, പെട്ടെന്നുണ്ടായേക്കാവുന്ന ഒരു അപകടത്തെക്കുറിച്ചൊരു സൂചന എനിക്ക് സെൻസ് ചെയ്യുകയാണ്, എനിക്ക് തോന്നുകയാണ് ഒരു അപകടം വരാൻ പോകുന്നു. ദ അറ്റ്മോസ്ഫിയർ വാസ് മെനസിങ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് മെനസിങ് ആയിരുന്നു, എന്ന് വെച്ചാൽ ത്രെട്ടനിങ്, ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു. വാക്കിംഗ് ഓൺ ദ ഗ്രേറ്റ് മാസസ് ഓഫ് സ്നോ വിച്ച് ഫെൽ യെസ്റ്റർഡേ ആൻഡ് വിച്ച് വെർ റെഡി ടു സ്ലൈഡ് ഓഫ്. അതാണ് കാര്യം. അവിടുത്തെ ആ ചൂടുള്ള അറ്റ്മോസ്ഫിയർ ആണല്ലേ, ആ ചൂട് അവിടുത്തെ വലിയ വലിയ മഞ്ഞിൻ്റെ മാസ്, ആ മഞ്ഞിൻ്റെ കൂന അല്ലേ, മാസ് ഓഫ് ഐസ് എന്നാണ്, സ്നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ കുറേശ്ശെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. വിച്ച് ഫെൽ യെസ്റ്റർഡേ, ആ മഞ്ഞൊക്കെ ഇന്നലെ വീണതാണ്. ആൻഡ് വിച്ച് വെർ റെഡി ടു സ്ലൈഡ് ഓഫ്, അതാണെങ്കിലോ താഴോട്ട് ഉരുണ്ട് വീഴാൻ റെഡിയായിട്ട് നിൽക്കുകയുമാണ്. പറമ്പിലൊക്കെ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. നത്തിങ് ഓഫ് ദ കൈൻഡ് ഇൻ യൂറോപ്പ് ക്യാൻ ഗിവ് എനി ഐഡിയ ഓഫ് ദ പവർ ഓഫ് ദീസ് ഹിമാലയൻ അവലാഞ്ചസ്. യൂറോപ്യൻസ് ഡിഡൻറ്റ് ഹാവ് എനി ഐഡിയ ഓഫ്, അതാണ് നത്തിങ് ഓഫ് ദ കൈൻഡ് ഇൻ യൂറോപ്പ്. യൂറോപ്യൻസ് ഡിഡൻറ്റ് ഹാവ് എനി ഐഡിയ ഓഫ് പവർ ഓഫ് ദീസ് ഹിമാലയൻ അവലാഞ്ചസ്. ഈ ഒരു ഹിമാലയത്തിലെ ഹിമപാതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് യൂറോപ്പിലെ ആർക്കും തന്നെ ഒരു ഐഡിയയുമില്ല. ദേ സ്വീപ്പ് ഡൗൺ ഫോർ മൈൽസ് preceded by an all-destroying blast. They sweep down. ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് മഞ്ഞാണ്. മഞ്ഞ് താഴേക്ക് അങ്ങനെ ഊർന്നിറങ്ങി പോകും മൈലുകളോളം. എന്നിട്ടോ താഴോട്ട് ചെന്ന് ഇറ്റ് മേ preceded by all-destroying blast. വല്ലാത്തൊരു പൊട്ടിത്തെറിയും സംഭവിക്കുന്നുണ്ട്. മഞ്ഞ് താഴത്ത് പോയിട്ട് പൊട്ടിച്ചിതറും. ലച്ചനാൽ വാസ് എ ലോങ് വേ ബിഹൈൻഡ്. ലച്ചനാലാണെങ്കിൽ വളരെ പിറകിലാണ്. ആൻഡ് എവറി ടൈം ഐ ടേൺഡ് അറൗണ്ട്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം ഐ സോ ഹിം സിറ്റിംഗ് ഡൗൺ, മൂപ്പരിയ്ക്കുകയായിരിക്കും അവിടെ. ഹി ഫൗണ്ട് ഡിഫിക്കൽറ്റി ഇൻ സീയിങ് ഹിസ് വേ, പുള്ളിക്കാരന് വഴി കാണാൻ പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. ഫോർ ഹി ടു വാസ് സഫറിങ് ടു സം എക്സ്റ്റെൻറ്റ് ഫ്രം സ്നോ ബ്ലൈൻഡഡ്നെസ്. കാരണം ഹി ടു വാസ് സഫറിങ്, അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ത്, ടു സം എക്സ്റ്റെൻറ്റ്, ചെറിയ തോതിൽ അനുഭവിക്കുന്നുണ്ട്, കഷ്ടം അനുഭവിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? ഫ്രം സ്നോ ബ്ലൈൻഡഡ്നെസ്. സ്നോ ബ്ലൈൻഡഡ്നെസ് പറഞ്ഞാൽ എ പെയിൻഫുൾ കണ്ടീഷൻ ഓഫ് ദ ഐസ് കോസ്ഡ് ബൈ എക്സ്പോഷർ ഓഫ് ഐസ് ടു ദ UV റേ ഇൻ ബ്രൈറ്റ് സൺലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഐസ്. ഐസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന UV റേസ്, അത് കണ്ണിൽ പതിച്ചുണ്ടാകുന്ന വേദന, അതിനെയാണ് സ്നോ ബ്ലൈൻഡഡ്നെസ് എന്ന് പറയുന്നത്. തൂവെള്ള ഐസിൽ തട്ടി പ്രകാശം പ്രതിഫലിപ്പിക്കുമ്പോൾ അതിൽ നോക്കി ഇങ്ങനെ പോകുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് വേനിക്കും. അപ്പോൾ ആ ഒരവസ്ഥ. റെബുഫാറ്റ് വെൻ ബൈ ഗസ് വർക്ക്. ഈ സമയത്ത് റെബുഫാറ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു ഗസ് വർക്ക് നടത്തിയിട്ടാണ് പോകുന്നത് അല്ലേ, ഗസ് ചെയ്തിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. ഇത് തന്നെയായിരിക്കും വഴിയെന്ന് പറഞ്ഞിട്ട്. വിത്ത് അഗണി ഇൻ ഹീസ് ഫേസ്. മൂപ്പരുടെ മുഖത്താണെങ്കിൽ ആകപ്പാടെ ഒരു വെപ്രാളമാണ്, ഒരു വേദനയാണ്, അഗണി. വെൻ വി ഹാഡ് ക്രോസ് ദ ഖുലോയ്സ്, വായിക്കേണ്ടത് ഖുലോയ്സ് എന്നാണ്. വെൻ വി ക്രോസ് ദ ഖുലോയ്സ് ഐ കൺഗ്രാജുലേറ്റഡ് മൈസെൽഫ്. ഖുലോയ്സ് മീൻസ് രണ്ട് മലകൾക്ക് ഇടയിലുള്ള വഴി. രണ്ട് മലകൾ ഇങ്ങനെ കൂടിച്ചേർന്ന ഭാഗത്തൊരു വഴി പോലെയുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതിനാണ് ഖുലോയ്സ് എന്ന് പറയുന്നത്. ഐ കൺഗ്രാജുലേറ്റഡ് മൈസെൽഫ്. അപ്പോൾ ആ ഒരു സ്ഥലം പാസ് ചെയ്ത സമയത്ത് ഞാൻ എന്നെ തന്നെ അഭിനന്ദിച്ചു. കാരണം ദാറ്റ് ദ ഡേഞ്ചർ സോൺ വാസ് ബിഹൈൻഡ് us. എൻ്റെ വിചാരം അതായിരുന്നു, ഡേഞ്ചർ സോണ് പിറകിലായി, ഇനി ഡേഞ്ചറിനുള്ള സാധ്യതയില്ല. ദ സൺ വാസ് അറ്റ് ഇറ്റ്സ് ഹൈറ്റ് ദാറ്റ് വെദർ ബ്രില്യൻറ്റ് ആൻഡ് ദ കളേഴ്സ് മാഗ്നിഫിസൻറ്റ്. സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു ആ കാലാവസ്ഥയിൽ, ആ ഒരു വെതറിൽ. അത് ബ്രില്യൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് വളരെ മഹനീയവുമായിരുന്നു. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നുകയാണ്. നെവർ ഹാഡ് ദ മൗണ്ടൻസ് അപ്പിയർ ടു മീ സോ മജസ്റ്റിക്. എനിക്ക് ഇത്രത്തോളം മഹത്തായിട്ട് ഇതുവരെ ഈ ഒരു മലനിരകൾ കാണപ്പെട്ടിട്ടില്ല. അത്രത്തോളം മനോഹരമായി ഇപ്പോൾ ഫീൽ ചെയ്യുകയാണ്. കാരണം അപകടനില തരണം ചെയ്തു എന്നാണ് വിശ്വാസം. ആസ് അറ്റ് ദ മൊമെൻറ്റ് വെൻ ഡിസാസ്റ്റർ ഹാപ്പൻഡ്. എപ്പോഴാണ് ഇത്രയും മഹനീയമായി തോന്നിയത്? ആ മൊമെൻറ്റിൽ, ആ ഒരു നിമിഷത്തിൽ. വെൻ ഡിസാസ്റ്റർ ഹാപ്പൻഡ്, അപ്പോഴാണ് ഒരപകടം സംഭവിക്കുന്നത്. ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയാണ്. ആ അപകടം സംഭവിക്കുന്ന സമയത്താണ് ഇത്രയും ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത്. എ ക്രാക്ക് സഡൻലി ഓപ്പൺഡ് ഇൻ ദ സ്നോ. പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുകയാണ്? എ ക്രാക്ക്, ഒരു വിള്ളൽ. സഡൻലി ഓപ്പൺഡ് ഇൻ ദ സ്നോ അണ്ടർ ദ ഫീറ്റ് ഓഫ് ദ ഷെർപ്പാസ്. ഷെർപ്പകളുടെ കാലിൻ്റെ അടിയിലായിട്ട് മഞ്ഞിലൊരു വലിയ വിള്ളൽ രൂപപ്പെടുകയാണ്. ആൻഡ് ഗ്രൂ ലോങ്ങർ ആൻഡ് വൈഡർ. ആ വിള്ളൽ അങ്ങനെ നീണ്ട് വലിപ്പം കൂടി പോവുകയാണ്. ത്രൂ മൈ മൈൻഡ് വാസ് ഫ്ലാഷിംഗ് ദ തോട്ട് ഓഫ് റഷിംഗ് അപ്പ് ദ സ്ലോപ്പ്
to reach the solid ground above the crack. എൻ്റെ മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്യുകയാണ്. എന്താണ് ഫ്ലാഷ് ചെയ്യുന്നത്? മിന്നിപ്പോകുന്നു. ദ തോട്ട് ഓഫ്, ഒരു ചിന്തയാണ്. ഓഫ് റഷിംഗ് അപ്പ് ടു ദ സ്ലോപ്പ് ടു റീച്ച് ദ സോളിഡ് ഗ്രൗണ്ട് അബവ് ദ ക്രാക്ക്. ആ വിള്ളൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലുള്ള സുരക്ഷിതമായ സോളിഡായിട്ടുള്ള, എന്നുവെച്ചാൽ വിള്ളലില്ലാത്ത ഭാഗത്ത് എത്രയും വേഗം എത്തിച്ചേരണമെന്ന് എൻ്റെ മനസ്സ് കൊതിച്ചു. വെൻ ഓൾ ഓഫ് എ സഡൻ ഐ വാസ് ലിഫ്റ്റഡ് അപ്പ് വിത്ത് എ ടെറിഫിക് ഫോഴ്സ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിത്ത് ഓൾ ഓഫ് എ സഡൻ ഐ വാസ് ലിഫ്റ്റഡ് അപ്പ്, എന്നെ എന്തോന്ന് പൊക്കി, ഞാൻ പൊങ്ങിപ്പോയി. വിത്ത് ടെറിഫിക് ഫോഴ്സ്, ഒരു ഭയങ്കരമായ ഫോഴ്സിനാൽ ഞാൻ പൊക്കപ്പെടുകയാണ്. ആൻഡ് ആസ് ദ ഷെർപ്പാസ് ഡിസപ്പിയേറ്റ് ഫ്ലങ് ഹെഡ് ഓവർ ഹീൽസ്. ഷെർപ്പാസും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. എന്നിട്ടോ ഫ്ലങ് ഹെഡ് ഓവർ ഹീൽസ്. ഫ്ലിങ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസും അതുപോലെ തന്നെ V3 ഫോമുമാണ് ഫ്ലങ് എന്ന് പറയുന്നത്. ടു ത്രോ വിത്ത് വയലൻസ് എന്നാണ് അർത്ഥം. ടു ത്രോ, എറിയുക. ഇവിടെ ഫ്ലങ് ഹെഡ് ഓവർ ഹീൽസ് എന്നാണ്, ചുഴറ്റി എറിയുക. കാലുമ്പ് പിടിച്ചിട്ട് തല ചുഴറ്റി എറിയില്ലേ, വട്ടം കറക്കിയിട്ട്, എന്നതുപോലെ എറിയുക. അപ്പോൾ എന്തോ ഒന്ന് എന്നെ പൊക്കിപ്പിടിച്ച് എന്നെ എന്തോ ഒന്ന് ചുഴറ്റി എറിയുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. മൈ ഹെഡ് ഹിറ്റ് ദ ഐസ്. എൻ്റെ തല ഒരു ഐസിൽ ചെന്നിടിക്കുന്നു. ദെൻ മൈ ലെഫ്റ്റ് തായ്. തല ചെന്ന് ഐസിനിടിച്ചു, പിന്നെ എൻ്റെ ഇടത്തെ തുടയിലും ഇടിച്ചു. ഐ കുഡ് നോ ലോങ്ങർ ബ്രീത്ത്. എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആസ് ഐ സ്പൺ റൗണ്ട് ആൻഡ് റൗണ്ട്. ഞാൻ ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പിൻ ചെയ്യുക, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് സ്പൺ. വട്ടത്തിൽ അങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി. ക്യാച്ചിങ് എ ഫ്ലാഷ് ഓഫ് ദ സൺസ് ബ്ലൈൻഡിങ് ലൈറ്റ് ത്രൂ ദ സ്നോ പാസ് മൈ ഐസ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യൻ്റെ ആ ബ്ലൈൻഡിങ് ലൈറ്റ്, കണ്ണിനെ അന്ധമാക്കുന്ന ആ പ്രകാശം, എന്തിലൂടെയാണ് ആ പ്രകാശം വരുന്നത്? ത്രൂ ദ സ്നോ പാസ്റ്റ് മൈ ഐസ്. മഞ്ഞിൽ തട്ടി എൻ്റെ കണ്ണിലേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. ദ റോപ്പ് ജോയിനിങ് മീ ടു ദ ഷെർപ്പാസ് കോയിൽഡ് റൗണ്ട് മൈ നെക്ക്. ഇപ്പോൾ എന്നെ ഷെർപ്പാസുമായി ബന്ധിച്ചു കൊണ്ടിരുന്ന ആ കയർ, ഇറ്റ് വാസ് കോയിൽഡ് റൗണ്ട് മൈ നെക്ക്. അതെൻ്റെ കഴുത്തിലൂടെ കോയിൽ ചെയ്തു, ചുറ്റി. കോസിങ് അൺബെയറബിൾ പെയിൻ. അതെനിക്ക് വല്ലാത്ത അസഹനീയമായ അൺബെയറബിൾ പെയിൻ ഉണ്ടാക്കി, വേദനയുണ്ടാക്കി. ആൻഡ് ത്രെട്ടനിങ് സ്ട്രാങ്കുലേഷൻ. ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ത്രെട്ടനിങ് ആയിട്ടുള്ള സ്ട്രാങ്കുലേഷൻ. സ്ട്രാങ്കുലേഷൻ മീൻസ് ആക്ട് ഓഫ് സഫോക്കേറ്റിംഗ്. എനിക്ക് ശ്വാസം മുട്ടുന്നതായിട്ടും തോന്നുകയാണ്. അഗെയിൻ ആൻഡ് അഗെയിൻ ഐ ക്രാഷ്ഡ് ഇൻ ടു സോളിഡ് ഐസ്. വീണ്ടും വീണ്ടും ഞാൻ ഐസിലേക്ക് ഇടിക്കപ്പെടുകയാണ്. ഞാൻ അങ്ങനെ ഐസിൽ ഇടിക്കുകയാണ് ചെന്നിട്ട്. ദ സ്നോ ക്രഷിങ് മീ ഓൾ ദ വൈൽ. മഞ്ഞാണെങ്കിൽ എന്നെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയും തട്ടി എൻ്റെ മേല് മുഴുവൻ ക്ഷതം സംഭവിക്കുകയാണ്. ക്രഷ്, ചതയ്ക്കുക എന്നർത്ഥം. ദെൻ ദ ടൈറ്റനിങ് റോപ്പ് ബ്രോട്ട് മീ ടു എ സ്റ്റോപ്പ്. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. ആ കയറ് എന്നെ ടൈറ്റൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആ കറക്കം തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. എൻ്റെ ആ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. ഐ ഓപ്പൺ മൈ ഐസ് ടു ഫൈൻഡ് മൈസെൽഫ്. ഞാൻ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ കാണുകയാണ്. എന്ത്? ടു ഫൈൻഡ് മൈസെൽഫ് ഹാങ്ങിങ് ഹെഡ് ഡൗൺവേർഡ്സ്. തല കുത്തിയിട്ടാണ് ഞാൻ കിടക്കുന്നത്. എവിടെ? ഇൻ എ ക്ലെഫ്റ്റ് ഇൻ ദ ബ്ലൂ ഐസ്. ആ ബ്ലൂ ഐസിൽ, അതിൻ്റെ ഒരു ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പിളർപ്പ്. ഓക്കെ, ആ പിളർപ്പിന് മുകളിൽ ഞാനങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, തലയും കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. വിത്ത് ദ റോപ്പ് റൗണ്ട് മൈ നെക്ക്. കയറാണെങ്കിലോ എൻ്റെ കഴുത്തിന് ചുറ്റുമാണ്. ആൻഡ് ലെഫ്റ്റ് ലെഗ്. കഴുത്തിന് ചുറ്റും മാത്രമല്ല, അത് എൻ്റെ ഇടത്തെ കാലിലും ചുറ്റി പണഞ്ഞിട്ടാണ് കിടക്കുന്നത്. ആസ് ഐ പുട്ട് ഔട്ട് മൈ എൽബോസ് ടുവേർഡ്സ് ദ വാൾസ്. പുട്ട് ഔട്ട് മീൻസ് ത്രസ്റ്റ്, എക്സ്റ്റെൻഡ് ഔട്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിടാൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ കൈകളെല്ലാം, കൈമുട്ട് അങ്ങോട്ട് ത്രസ്റ്റ് ചെയ്യുകയാണ്. മഞ്ഞിൻ്റെ ചുമരുകളിലേക്ക് ഞാനങ്ങനെ കൈമുട്ടുകൊണ്ട് ആഞ്ഞു പിടിക്കാൻ ശ്രമിക്കുകയാണ്. ട്രൈങ് ടു സ്റ്റോപ്പ് ദ ഹൊറിബിൾ പെൻഡുലം മോഷൻ. കാരണം ഞാനൊരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കറക്കം നിന്നെങ്കിലും ഞാനങ്ങനെ പെൻഡുലം കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നിർത്താൻ വേണ്ടി ഞാൻ കൈമുട്ട് ഉപയോഗിച്ച് വാളിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ട്രൈങ് ടു സ്റ്റോപ്പ് ദ ഹൊറിബിൾ പെൻഡുലം മോഷൻ സ്വിങ്ങിങ് മീ ഫ്രം സൈഡ് ടു സൈഡ്. ഐ കോട്ട് എ ഗ്ലിംസ് എന്ന് വെച്ചാൽ ഐ ലുക്ക്ഡ് അറ്റ് എന്നാണ് അർത്ഥം. എനിക്ക് ഒരു നോട്ടം അങ്ങോട്ട് കിട്ടി. ഓഫ് ദ ഫൈനൽ സ്ലോപ്സ്. മലയുടെ അവസാനത്തെ ചെരുവുകളിലുള്ള ആ കുളോയിസ്, അതിനെ എനിക്ക് കാണാൻ പറ്റി. മൈ ബ്രീതിങ് സ്റ്റഡീഡ്. എനിക്ക് ശ്വാസം വീണു. ആൻഡ് ഐ ബ്ലെസ് ദ റോപ്പ്. ഞാൻ ആ കയറിനെ ആശീർവദിച്ചു. കാരണം അതുള്ളത് കൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. വിച്ച് ഹാഡ് സ്റ്റുഡ് ദ സ്ട്രെയിൻ. ആ കയറെങ്ങനെയാണ് നിൽക്കുന്നത്? ഐ ബ്ലെസ് ദ റോപ്പ് വിച്ച് ഹാഡ് സ്റ്റുഡ് ദ സ്ട്രെയിൻ. അതങ്ങനെ വലിഞ്ഞു മുറുകിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? സ്ട്രെയിൻ, ആൻ ഇൻറ്റൻസ് ഓർ വയലൻ്റ് എക്സേഷൻ. അതങ്ങനെ
എൻ്റെ ഭാരത്തിൽ വലിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ആ വലിഞ്ഞു നിൽക്കുന്ന കയറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ ആശീർവദിക്കുകയാണ്. നൗ ടു ഗെറ്റ് ഔട്ട്. മൈ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് വെർ നംബ്. ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ ഫീറ്റും ഹാൻഡ്സും എല്ലാം നമ്പാണ്. നമ്പ് മരവിച്ച അവസ്ഥയിലാണ്. ലാക്കിംഗ് സെൻസേഷൻ, അതാണ് നമ്പ്. ബട്ട് ലിറ്റിൽ നിക്സ് ഇൻ ദ ഐസ് ഗാവ് സം ഹോൾ ഫോർ അറ്റ്ലീസ്റ്റ് ദ എഡ്ജസ് ഓഫ് മൈ ബൂട്ട്. ബട്ട് ലിറ്റിൽ നിക്സ്, ചെറിയ ചെറിയ കട്ട്. നിക്ക് എന്ന് പറഞ്ഞാൽ കട്ടുകൾ എന്നാണ് അർത്ഥം, ചെറിയ ചെറിയ വെട്ട്. ലിറ്റിൽ നിക്സ് ഇൻ ദ ഐസ് ഗാവ് സം ഹോൾഡ്. ആ ഐസിലെ ചെറിയ ചെറിയ കട്ടുകൾ എനിക്ക് കുറച്ചെങ്കിലും പിടുത്തം നൽകി. ഫോർ അറ്റ്ലീസ്റ്റ് ദ എഡ്ജസ് ഓഫ് മൈ ബൂട്ട്. എൻ്റെ ബൂട്ടിൻ്റെ അറ്റം, ആ അറ്റത്തൊരു പിടുത്തം കിട്ടാൻ ഈ ഒരു ഐസിലെ നിക്സ് സഹായകമായി. മൈ ഫ്രൻസീഡ് ജേർക്സ്. ഫ്രൻസീഡ് മീൻസ് പാനിക്, അതായത് വൈൽഡ് ആക്ടിവിറ്റിയാണ്. പേടി കൊണ്ടങ്ങനെ ധൃതി പിടിച്ചൊരു കാര്യം ചെയ്യില്ലേ, ഇവിടെ ജെർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഭയങ്കരമായിട്ട് കുതറുകയാണ്, പേടിയോടുകൂടി കുതിരുകയാണ്. ജെർക്ക് എന്ന് പറഞ്ഞാൽ സീമിംഗ്ലി അൺകൺട്രോൾഡ് മോഷൻ, വല്ലാത്ത രീതിയിലുള്ള ചലനം, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുതറുന്ന അവസ്ഥയില്ലേ. ഫ്രൻസി എന്ന് പറഞ്ഞാൽ വൈൽഡ് ആക്ടിവിറ്റി എന്ന് നേരത്തെ പറഞ്ഞു, ഭയത്തോടു കൂടി അങ്ങനെ കുതറിക്കൊണ്ടിരിക്കുകയാണ്. കുതിരയപ്പോൾ അങ്ങനെ കുതിറിയ സമയത്ത് ഐ ഫ്രീഡ് മൈ ലെഫ്റ്റ് ലെഗ്. എൻ്റെ ഇടങ്കാല് മോചിതമായി കയറിൽ നിന്ന്. റൈറ്റഡ് മൈ സെൽഫ് അല്ലേ, ഐ കറക്റ്റഡ് മൈ സെൽഫ്. ഞാൻ എന്നെ തന്നെ നിവർത്തി നിർത്തി. ആൻഡ് ക്ലൈംഡ് അപ്പ് എ യാർഡ് ഓർ ടു. 1-2 വാര മുകളിലേക്ക് കയറാൻ എനിക്ക് പറ്റി. ആഫ്റ്റർ എവരി മൂവ് ഐ ഹാഡ് ടു പോസ്. ഓരോ മൂവ്മെൻറ്റും നടത്തുന്നതിനിടയിൽ എനിക്കൊന്ന് തൽക്കാലം നിർത്തേണ്ടി വരികയാണ്. കൺവിൻസ്ഡ് ദാറ്റ്, എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, ഐ വാസ് അറ്റ് ദ എൻഡ് ഓഫ് മൈ ഫിസിക്കൽ സ്ട്രെങ്ത്. എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസാനമായിരിക്കുന്നുവെന്ന്, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഗെയിനിങ് എ ഫ്യൂ ഇഞ്ചസ് വിത്ത് അനദർ ഡെസ്പറേറ്റ് ഇഫേർട്ട്. കുറച്ചുകൂടി ഇഞ്ചസ് ഞാൻ മുമ്പോട്ട് പോയി. എങ്ങനെ? അനദർ ഡെസ്പറേറ്റ് ഇഫേർട്ട്. കഠിനമായ രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് കുറച്ച് ഇഞ്ചുകളെങ്കിലും മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിച്ചത്. ഐ ഫെൽ സംതിങ് ഗീവ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ റോപ്പ്. അങ്ങനെ പോയ സമയത്ത് എനിക്ക് ആ കയറിൽ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. ഐ ഫെൽ സംതിങ് ഗീവ് അറ്റ് എന്ന് പറഞ്ഞാൽ ടു കൊളാപ്സ് അണ്ടർ പ്രഷർ ഓർ ഫോഴ്സ്. അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ റോപ്പ്. ആ കയറിൻ്റെ മറ്റേ അറ്റത്ത് എന്തോ ഒന്ന് പ്രഷർ ചെലുത്തുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലേ. കയറിൻ്റെ മറ്റേ അറ്റത്ത് എന്തോ ഒന്നുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. നോ ഡൗട്ട് ദ ബോഡീസ് ഓഫ് ദി ഷെർപ്പാസ്. എനിക്ക് സംശയമൊന്നുമില്ല, ഇതുവരെ എന്നെ താങ്ങി നടന്നിരുന്ന ഷെർപ്പാസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബോഡികളായിരിക്കും അപ്പുറത്തുണ്ടായിരിക്കുക എന്നെനിക്ക് തോന്നുകയാണ്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കയറിൻ്റെ അങ്ങേയറ്റത്തുള്ള ഷെർപ്പാസ് മരിച്ചിട്ടുണ്ടാകുമോ? ലെറ്റ് us see in our next class. ഇതൊരൊറ്റ സ്ട്രെച്ചിനെടുക്കുന്ന കുറച്ച് ദൈർഘ്യമേറിയ പാഠമായതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഉടൻ തന്നെ അടുത്ത ഭാഗവുമായി കാണാം.